ഹരി ഓം. വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ സ്തുതിയോടെ നമുക്ക് ഈ ദശകം ആരംഭിക്കാം. പ്രേമദം ചമേ കാമദം ചമേ വേദനം ചമേ വൈഭവം ചമേ ജീവനം ചമേ ജീവിതം ചമേ ദൈവദം ചമേ ദേവനാപരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 50. വത്സാസുരബകാസുരവധം. വൃത്തം ഹരിണി. ശ്ലോകം 1. തരളമധുകൃദ്വൃന്ദേ വൃന്ദാവനീധ മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപഃ ഹലധരസഖോ ദേവ ശ്രീമൻ വിജേരിതധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്വിതിഃ. ഒരിക്കൽ കൂടി. തരളമധുകൃദ്വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപഃ ഹലധരസഖോ ദേവ ശ്രീമൻ വിജേരിതധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്വിതിഃ. തരളമായ മനോഹരമായ. മധുകൃദ്വൃന്ദേ മധുകൃതം ചെയ്യുന്നവരുടെ കൂട്ടം, അതായത് വണ്ടുകളുടെ കൂട്ടങ്ങൾ. വൃന്ദാവനേ അത മനോഹരേ അനന്തരം ആ വൃന്ദാവനത്തിൽ, മനോഹരമായ ആ വൃന്ദാവനത്തിൽ. പശുപ ശിശുഭിസാഖം ഗോപ ബാലന്മാരോട് ചേർന്ന്. വത്സാനനുപാലന ലോലുഭ പശുക്കുട്ടികളെ പാലിക്കുന്നതിൽ ലോലുഭനായി, തൽപരനായി. ഹലധരസഖോ ബലഭദ്രന്റെ സഖാവും സുഹൃത്തും ആയി. ദേവ ശ്രീമൻ ഹേ ഐശ്വര്യമൂർത്തിയായ ദേവ വിജേരിത ചുറ്റി സഞ്ചരിച്ചു. ധാരയൻ ഗവല മുരളീവേത്രം കൊമ്പ്, ഓടക്കുഴൽ, ചൂരൽക്കോൽ എന്നിവ ധരിച്ച്. നേത്രാഭിരാമ തനു ഉദ്യുതി നേത്രത്തിന് അഭിരാമമായ ശരീരശോഭയോട് കൂടിയവനായി. ശ്ലോകാർത്ഥം. അലയോ ദേവ ഐശ്വര്യമൂർത്തിയായ ശ്രീകൃഷ്ണ, അങ്ങ് വണ്ടിൻ കൂട്ടം മുരണ്ടു പറക്കുന്ന മനോഹരമായ വൃന്ദാവനത്തിൽ പൈക്കുട്ടികളെ മേയ്ക്കുന്നതിൽ തൽപരനായി. മറ്റു ഇടയ കുട്ടികളോട് ചേർന്ന് കൊമ്പ്, ഓടക്കുഴൽ, ചൂരൽക്കോൽ എന്നിവയെല്ലാം എടുത്ത് കണ്ണിന് ആനന്ദാഭിരാമമായ മെയ്യഴകോടെ ബലഭദ്ര സഖനായി സഞ്ചരിച്ചു. ശ്ലോകം 2. വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പത്സംഭൂരിതം തരുവല്ലരേ സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. ഒരിക്കൽ കൂടി. വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പത്സംഭൂരിതം തരുവല്ലരേ സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. വിഹിത ജഗദീരക്ഷം ജഗത്തിന് രക്ഷ ചെയ്യുന്ന. ലക്ഷ്മി കരാംബുജലാളിതം ശ്രീലക്ഷ്മിയുടെ കൈകളാകുന്ന താമരയാൽ ലാളിക്കപ്പെടുന്ന. ദദതി ചരണദ്വന്ദ്വം തൃച്ചേവടികൾ അർപ്പിക്കപ്പെട്ടപ്പോൾ. വൃന്ദാവനേ ത്വയി പാവനേ പരിപാവനമായ പുണ്യതമമായ അങ്ങയുടെ വൃന്ദാവനത്തിൽ. കിം ഇവ ന ബഭൗ എന്തെന്ത് തന്നെയായി ഭവിച്ചില്ല. സംപൂരിതം സമ്പത്തുകളാൽ പരിപൂരിതമായത്, പരിപൂർണമായ.
തരുവല്ലരി വൃക്ഷങ്ങൾ, ലതകൾ എന്നിവ. സലില ധരണി ഗോത്രക്ഷേത്രാധികം ജലം, ഭൂമി, മല, വയൽ തുടങ്ങിയവ. കമലാപതി, ഹേ ലക്ഷ്മീപതിയായ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. ഹേ കമലാവല്ലഭനായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് പുണ്യതമമായ വൃന്ദാവനത്തിൽ ഭുവനരക്ഷ നടത്തുന്ന അങ്ങ് ശ്രീലക്ഷ്മി ദേവി കൈത്താമരകളാൽ ഓമനിക്കുന്ന തൃച്ചേവടികൾ അർപ്പിക്കേ. മരങ്ങളും വള്ളികളും വെള്ളവും ഭൂമിയും മലയും വയലും എന്തെന്തു സമ്പത്തുകൾ നിറഞ്ഞവയായി ഭവിച്ചില്ല. അവിടെയെല്ലാം ഭഗവാന്റെ തൃക്കാൽ സ്പർശനത്താൽ സർവൈശ്വര്യ സമൃദ്ധമായി ഭവിച്ചു. ശ്ലോകം 3. വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാദസഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാക. ഒരിക്കൽ കൂടി. വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാദസഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാക. വിലസത് ഉലഭേ, പച്ചപ്പുല്ല് നന്നായി നിറഞ്ഞു നിൽക്കുന്ന. കാന്താരം, വനം. കാന്താരാന്തേ, വനത്തിനുള്ളിൽ. സമീരണശീതളേ, കുളിർക്കാറ്റിന്റെ ശീതളതയിൽ. വിപുല യമുനാ തീരെ, അതിവിപുലമായ യമുനാ തീരത്തിലും. ഗോവർദ്ധന അചലമൂർധസു, ഗോവർദ്ധന പർവ്വതത്തിന്റെ മൂർധാവിലും. ലളിത മുരളീനാഥ, മനോഹര ഓടക്കുഴൽ നിനാദം പൊഴിച്ച്. സഞ്ചാരയൻ ഖലു വാത്സഖം, പശുക്കിടാങ്ങളെ മേച്ചു നടക്കുന്ന കാലത്ത്. ക്വചന ദിവസേ, ഒരു ദിവസം. ദൈത്യം വത്സാകൃതിം, പശുക്കിടാവിന്റെ രൂപം ധരിച്ച ഒരു ദൈത്യനെ. ത്വം ഉദൈക്ഷത, അങ്ങ് കണ്ണൻ കണ്ടു. ശ്ലോകാർത്ഥം. പച്ചപ്പുല്ല് ധാരാളമായി തഴച്ചു വളരുന്ന ആ വൃന്ദാവനത്തിലുള്ളിലും ശീതള കാറ്റ് വീശുന്ന പരന്ന യമുനാ തീരങ്ങളിലും പിന്നെ ഗോവർദ്ധന മൂർധാവിലും മനോഹരമായ മുരളീനിനാദം പൊഴിച്ചുകൊണ്ട് അവിടുന്ന് ഉണ്ണിക്കണ്ണൻ പശുക്കിടാങ്ങളെ മേച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വത്സാകൃതി ധരിച്ച ഒരു ദൈത്യനെ കണ്ടു. പ്രപഞ്ച പരിപാലകനായ ശ്രീഹരി പശുക്കുട്ടികളെ പാലിക്കുന്നതായി ഭവിച്ചത് ഭക്തവാത്സല്യം കൊണ്ടാണത്രേ. പശുക്കൾ ജീവാത്മാവിന്റെ പ്രതീകമാണ്. ഈ ജീവാത്മാക്കളെ നേർവഴി കാട്ടി നയിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. ഗോകുലത്തിന് അധികം ദൂരെയല്ലാത്ത വനത്തിൽ കണ്ണൻ ബലരാമനോടും മറ്റു ഗോപന്മാരോടുമൊത്ത് വിവിധ ക്രീഡകളിൽ മുഴുകി വത്സങ്ങളെ പാലിച്ചു. ഓടൽക്കുഴൽ വായിച്ചും ചിലങ്ക കെട്ടി നൃത്തമാടിയും നെല്ലിക്ക, വാറങ്ങ, മാമ്പഴം എന്നിവ എറിഞ്ഞു വീഴ്ത്തി ഭക്ഷിച്ചും കളകൂജനങ്ങളെ അനുകരിച്ചും ആ വനശ്രീയിലാകെ വിഹരിച്ചു കൊണ്ടിരിക്കെ കണ്ണനെ വധിക്കാൻ ഒരു അസുരൻ പശുക്കുട്ടിയുടെ രൂപം ധരിച്ച് വത്സസംഘത്തിൽ ചേർന്നു. ആ കപട വത്സത്തെ ഭഗവാൻ കണ്ണൻ ഉടനെ തന്നെ തിരിച്ചറിയുകയും ചെയ്തു. ശ്ലോകം 4. രഭസവിചലത് പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ദം രന്ധ്രപ്രദീക്ഷമുദീക്ഷിതം തമധചരണേ ബിഭ്രത് വിഭ്രാമയൻ മുകുരുച്ചഗൈഃ കുഹജനമകാവൃക്ഷേ ചിക്ഷേപിധക്ഷത ജീവിതം. ഒരിക്കൽ കൂടി.
രഭസവിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ദം രന്ധ്രപ്രദീക്ഷമുദീക്ഷിതം തമധചരണേ ബിഭ്രദ്വിഭ്രാമയൻ മുകുരുച്ചകൈഃ കുഹജനമകാവൃക്ഷേ ചിക്ഷേപിതക്ഷത ജീവിതം. രഭസ ശക്തമായി, വിചലത് ചലിപ്പിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ട്, പുച്ഛം വാൽ, രഭസ വിചലത് പുച്ഛം വാൽ ശക്തിയായി ഇളക്കിക്കൊണ്ട്, വിച്ഛായതോ അസ്യ സഞ്ചരിക്കുന്ന അവനെ, വിലോകയൻ കണ്ടിട്ട്, കിമപി വലിതസ്കന്ധം ഒരു വിധത്തിൽ കഴുത്ത് തിരിച്ച്, രന്ധ്രപ്രതീക്ഷം തക്കം പാർക്കുന്ന, ഉദീക്ഷിതം ആ നോട്ടം, തം അധ പിന്നെ അവനെ, ചരണേ ബിഭ്രത് കാലിൽ പിടിച്ച്, വിഭ്രാമയൻ മുഹുർ ഉച്ചകൈ പലതവണ ശക്തിയായി ചുഴറ്റി, കുഹജന മഹാവൃക്ഷേ ഏതോ ഒരു മഹാവൃക്ഷത്തിലേക്ക്, ചിക്ഷേപിത ക്ഷത ജീവിതം ജീവൻ പോയപ്പോൾ വലിച്ചെറിഞ്ഞു. ശ്ലോകാർത്ഥം: ശക്തിയായി വാലിളക്കിക്കൊണ്ടും കഴുത്ത് പിന്തിരിച്ച് തക്കം പാർക്കുന്ന അവന്റെ നോട്ടം കണ്ടിട്ട് പിന്നെ കണ്ണൻ അവന്റെ കാൽ കടന്നു പിടിച്ച് അവനെ പലവട്ടം ഉച്ചത്തിൽ ചുഴറ്റി. എന്നിട്ട് ജീവൻ പോയപ്പോൾ ഒരു വൻമരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ അസുരൻ കംസാജ്ഞയാൽ ഭഗവാനെ വധിക്കാൻ വന്നവനാണ്. എന്നാൽ പൂതനാദി അസുരവൃന്ദം ഇതിനു മുമ്പ് മരിച്ചു വീണതറിഞ്ഞ് ഭയാകുലനായാണ് വരുന്നത്. അവൻ ഒരു വത്സത്തിന്റെ രൂപം ധരിച്ച് കണ്ണനെ ഇടയ്ക്കിടെ തലവെട്ടിച്ചു നോക്കിയും വാൽ തുടരെ ചലിപ്പിച്ചും അവന്റെ സംഭ്രമം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. കണ്ണനാകട്ടെ ഈ കപടവത്സത്തെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അവന്റെ സമീപം പതുക്കെ ചെന്ന് വാലോടുകൂടി പിൻകാലുകൾ വാരിപ്പിടിച്ച് ശക്തിയോടെ വട്ടം ചുഴറ്റി. ജീവനറ്റ ആ വത്സാസുരനെ കണ്ണൻ ഒരു കപിത്ത വൃക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ശ്ലോകം 5. നിപതതി മഹാദൈത്യേ ജാത്യാദുരാത്മനി തക്ഷണം നിപതനജപക്ഷുണ്ണക്ഷോണീരുകക്ഷതകാനനേ ദിവി പരിമിളവൃന്ദാവൃന്ദാരകുസുമോത്കരൈഃ ശിരസി ഭവതോ ഹർഷാദ് വർഷന്തി നാമ തദാഹരേ. ഒരിക്കൽ കൂടി. നിപതതി മഹാദൈത്യേ ജാത്യാദുരാത്മനി തക്ഷണം നിപതനജപക്ഷുണ്ണക്ഷോണീരുകക്ഷതകാനനേ ദിവി പരിമിളവൃന്ദാവൃന്ദാരകുസുമോത്കരൈഃ ശിരസി ഭവതോ ഹർഷാദ് വർഷന്തി നാമ തദാഹരേ. നിപതതി മഹാദൈത്യേ ആ മഹാദൈത്യൻ നിലത്ത് പതിച്ചപ്പോൾ, ജാത്യാ ദുരാത്മനി ജന്മം കൊണ്ട് തന്നെ ദുഷ്ടനായ, തക്ഷണം ഉടനെ നിലത്ത് പതിച്ചപ്പോൾ, നിപതന നിപതിക്കുന്നതിൻ്റെ വീഴ്ചയുടെ, ജവം വേഗം, നിപതന ജപക്ഷുണ്ണ നിപതിക്കുന്നതിന്റെ വേഗം കൊണ്ട് പൊടിഞ്ഞ, ക്ഷോണീരുഹ വൻമരങ്ങൾ, ക്ഷതക്കാനനെ വനത്തെയാകെ മുടിച്ചുകൊണ്ട്, വനത്തെ ക്ഷതം ചെയ്ത്, ദിവി ആകാശത്ത്, പരിമിളത് വൃന്ദ തിങ്ങിക്കൂടിയ വൃന്ദമായെത്തിയ, വൃന്ദാരക ദേവന്മാരാൽ, കുസ്മോത്കരൈ പുഷ്പങ്ങളാൽ, ശിരസി ഭവതോ ഹേ ഭഗവാനെ അങ്ങയുടെ ശിരസിൽ, ഹർഷാദ് സന്തോഷ ഭരിതരായി, വർഷന്തി നാമ വർഷിച്ചു. തഥാ ഹരേ അപ്പോൾ ഹേ ശ്രീ മഹാവിഷ്ണു. ശ്ലോകാർത്ഥം: ഹേ ഹരയേ മഹാവിഷ്ണു, ജന്മം കൊണ്ടു തന്നെ ദുഷ്ടാത്മാവായ ആ ദൈത്യന്റെ വീഴ്ചയുടെ
വേഗാഘാതമേറ്റ് വൃക്ഷങ്ങൾ പൊടിഞ്ഞ് കാട്ടിൽ ഉടനെ പതിച്ചപ്പോൾ ആകാശത്ത് ഒരുമിച്ച് കൂടിയ ദേവന്മാർ, ഹേ ഭഗവാനെ ഹരിയേ, അങ്ങയുടെ ശിരസിൽ ആനന്ദഭരിതരായി പൂമഴ വർഷിച്ചു. ആ അസുരന്റെ ശരീരം ചെന്നു പതിച്ച കപിത്ത വൃക്ഷം അസുരനോടുമൊത്ത് തകിട് പൊടിയായി ധാരാളം വ്ലാറഫലങ്ങളോടുകൂടി നിലം പതിച്ചു. അപ്പോൾ ആകാശവീതിയിൽ ആ കാഴ്ച കണ്ടുനിന്ന ദേവന്മാർ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. ശ്ലോകം 6. സുരഭിലതമാമൂർധന്യൂർധ്വം കുതക്കുസുമാവലീ നിപതതി തവേത്യുക്തോ ബാലൈ സഖേലമുദൈരയഃ ജഡിതി ധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാദ് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. ഒരിക്കൽ കൂടി. സുരഭിലതമാമൂർധന്യൂർധ്വം കുതക്കുസുമാവലീ നിപതതി തവേത്യുക്തോ ബാലൈ സഖേലമുദൈരയഃ ജഡിതി ധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാദ് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. സുരഭിലതമാ, വിശേഷ സൗരഭ്യമുള്ള സുരഭിലതമായ, മൂർധനി, മൂർധാവിൽ, കണ്ണന്റെ മൂർധാവിൽ, ഊർധ്വം കുത കുസുമാവലി നിപതതി, ഈ കുസുമാവലികൾ മുകളിൽ എവിടെ നിന്ന് പതിക്കുന്നു? തവയോത്യുക്തോ, തവ പ്ലസ് ഇതി പ്ലസ് ഉക്ത്വ, അങ്ങയോട് ഇപ്രകാരം പറഞ്ഞ, ബാലൈർ, ബാലന്മാരോട്, ഗോപക്കിടാങ്ങളോട്, സഹേലം, കളിയായി, ഉദൈരയ, ഉദീരണം ചെയ്തു, പറഞ്ഞു, ജഡതി, പെട്ടെന്ന്, വേഗത്തിൽ, ധനുജ ക്ഷേപേണ, ധനുജനെ എറിഞ്ഞതിനാൽ, ക്ഷേപണം ചെയ്തതിനാൽ, വിക്ഷേപിക്കുക, എറിയുക. ഊർധ്വം ഗത തരുമണ്ഡലാത്, വൃക്ഷങ്ങളിൽ നിന്ന് മുകളിലോട്ട് പറന്നുപോയ, കുസുമ നിഖര സോയം, ഈ കുസുമക്കൂട്ടം, നൂനം സമേതി, തീർച്ചയായും പ്രാപിക്കും, ശനൈ ഇതി, മന്ദമായി ഇങ്ങനെ. ശ്ലോകാർത്ഥം: വിശേഷ സൗരഭ്യമുള്ള ഈ പുഷ്പാവലി അങ്ങയുടെ ശിരസിൽ എവിടെ നിന്ന് വീഴുന്നു എന്ന് ഗോപബാലകർ ചോദിച്ചപ്പോൾ, ധനുജനെ മുകളിലേക്കെറിഞ്ഞപ്പോൾ മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുകളിലോട്ട് പാറിപ്പോയ പൂക്കൾ പിന്നെ പതുക്കെ പതുക്കെ കീഴോട്ട് വിടുകയാണ് എന്ന് അങ്ങ് ആ ഉണ്ണിക്കണ്ണൻ കളിയായി ആ ബാലകന്മാരോട് പറഞ്ഞു. ശ്ലോകം 7. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാഥ പാതും ഗദാ ഭവദാദയഃ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഒരിക്കൽ കൂടി. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാഥ പാതും ഗദാ ഭവദാദയഃ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. ക്വചന ദിവസേ ഭൂയോ, പിന്നെ ഒരു ദിവസം, ഭൂയസ്തരേ, വളരെ വർദ്ധിച്ച, പരുഷാതപേ, കടുത്ത ചൂടിൽ, തപനതനയ, സൂര്യപുത്രിയായ കാളിന്തിയിൽ, ആപ അധ, ജലത്തെ പാനം ചെയ്യാനായി, ഗധ, ചെന്നവരായ, ഭവത് ആദയ, ഭഗവാൻ കണ്ണനാദിയായവർ, ചലിതഗരുദം, ചിറകുകളെ ചലിപ്പിക്കുന്ന, പ്രേക്ഷാമാസുർഭഗം ഖലു,
ഒരു കൊറ്റിയെ കണ്ടുവത്രേ. വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ, പർവ്വതങ്ങളുടെ ചിറകുകൾ മുറിച്ച അവസരത്തിൽ മറന്നുപോയ കൈലാസശൈലം ഇവാപരം, മറ്റൊരു കൈലാസ പർവ്വതമെന്ന പോലെ. പണ്ട് ഇന്ദ്രൻ ഗർവിഷ്ഠനായ പർവ്വതങ്ങളുടെ ചിറകുകൾ ഛേദിച്ചു കളഞ്ഞ അവസരത്തിൽ വിസ്മരിക്കപ്പെട്ട മറ്റൊരു പർവ്വതം എന്ന പോലെ ഭീമാകാരനായ ഈ അസുരൻ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ദർശിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ഒരു ദിവസം കടുത്ത വേനൽക്കാലത്ത് ജലപാനം ചെയ്ത് ദാഹം തീർക്കാൻ ഭഗവാൻ കണ്ണനും മറ്റും കാളിന്തി തീരത്തെത്തിയപ്പോൾ പണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ ഛേദിക്കപ്പെട്ട അവസരത്തിൽ വിസ്മരിക്കപ്പെട്ടതാകാം എന്ന് ശങ്കയുയർത്തുന്ന വിധത്തിൽ കൈലാസശൈലം സദൃശമായ ഒരു കൊറ്റിയെ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൻ കണ്ടു. ശ്ലോകം 8. പിബതി സലിലം ഗോപഭ്രാതീപബന്ധമഭിദ്രുതക സകില നിഖിലന്നഗ്നേ പ്രഖ്യം പുനർദ്രുതമുദ്ദമൻ ദലയിതുമഗാദ് ത്രോട്യാ കോട്യാ തദാ ശുഭവാൻ വിഭോ ഖലജനപിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരതം. ഒരിക്കൽ കൂടി. പിബതി സലിലം ഗോപഭ്രാതീപബന്ധമഭിദ്രുതക സകില നിഖിലന്നഗ്നേ പ്രഖ്യം പുനർദ്രുതമുദ്ദമൻ ദലയിതുമഗാദ് ത്രോട്യാ കോട്യാ തദാ ശുഭവാൻ വിഭോ ഖലജനപിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരതം. പിബതി സലിലം ഗോപവ്രാതേ, ഗോപവൃന്ദം ജലം പാനം ചെയ്കേ ബബന്ധം അഭിദ്രുത, ഓടി വന്ന് അങ്ങയെ. സകില നിഖിലൻ, അവൻ കൊത്തി വിഴുങ്ങി. അഗ്നിപ്രഖ്യം, അഗ്നിതുല്യനായ. പുനർദ്രുതം ഉദ്ധ്വമൻ, പിന്നെ ദ്രുത വേഗത്തിൽ ഛർദിച്ചു, കക്കിക്കളഞ്ഞു. ദലയിതും അഗാത്, കൊത്തിപ്പറിക്കാൻ ചെന്ന. ത്രുഢ്യ, കൊക്കിന്റെ. കോഠ്യ, കോടിഭാഗം അറ്റം കൊണ്ട്. തഥാ ആശു ഭവാൻ വിഭോ, അപ്പോൾ വേഗത്തിൽ തന്നെ ഹേ ഭഗവാനായ അങ്ങ്. ഖലജന, ദുഷ്ടജനങ്ങളെ. ബിദാ ചുഞ്ചു, ഭേദിക്കുന്നതിൽ പ്രസിദ്ധനായ അങ്ങ്. ചഞ്ചു, രണ്ടു ചുണ്ടുകളെയും. പ്രഗ്രഹ്യ, പിടിച്ചിട്ട്. ദധാര തം, അവനെ പിളർന്നു. ശ്ലോകാർത്ഥം. ആ ഗോപവൃന്ദം കാളിന്തിയിൽ ജലം പാനം ചെയ്തുകൊണ്ടിരിക്കെ ആ ബഖം പാഞ്ഞു വന്ന് അഗ്നിതുല്യനായ അങ്ങയെ കൊത്തി വിഴുങ്ങി. പക്ഷേ വേഗത്തിൽ തന്നെ കക്കിക്കളഞ്ഞു അത്രേ. പിന്നെ ആ കൊക്കിന്റെ അഗ്രം കൊണ്ട് കൊത്തിക്കീറാൻ ചെന്നു. അപ്പോൾ ദുഷ്ടജന നിഗ്രഹത്തിൽ പ്രസിദ്ധനായ വിഭുവായ ഹേ ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണൻ അവന്റെ രണ്ടു ചുണ്ടുകളെയും പിടിച്ച് അവനെ രണ്ടായി പിളർന്നു. ശ്ലോകം 9. സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം അനുജമഗമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതി തസ്മിൻ ഭഗേ സുമനോ ഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാദ്ഗൃഹമയ്യതാക. ഒരിക്കൽ കൂടി. സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം അനുജമഗമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതി തസ്മിൻ ഭഗേ സുമനോ ഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാദ്ഗൃഹമയ്യതാക. സപഥി, ഉടനെ. സഹജാം സന്ദൃഷ്ടം വാ, സഹജയെ, സഹോദരിയെ സന്ദർശിക്കാനാണോ?
മൃധാം ഖലു പൂതനാം മരിച്ചുപോയ ആ പൂതനയെയും അനുജം അഘം അഭി അനുജനായ അകാസുരനെയും അഗ്രേ ഗത്വാ മുൻപ് തന്നെ ചെന്നെത്തിയിട്ട് പ്രതീക്ഷിതും ഏവ വാ പ്രതീക്ഷിക്കുന്നതിനാണോ സ്വാഗതം ആശംസിക്കുന്നതിനാണോ ശമന നിലയം യാധേൻ കാലപുരിയിലേക്ക് പോയിട്ട് തസ്മിൻ ബഘേ ആ ബഘൻ സുമനോ ഗണേ സുമനസ്സുകളുടെ സമൂഹം ദേവസമൂഹം കിരതി സുമനോ വൃന്ദം സുമവൃഷ്ടി ചെയ്യവേ പുഷ്പവൃഷ്ടി ചൊരിയവേ വൃന്ദാവനാത് വൃന്ദാവനത്തിൽ നിന്ന് ഗ്രഹം അയ്യത ഗ്രഹത്തിലേക്ക് പോയി. ശ്ലോകാർത്ഥം നേരത്തെ മൃതിയടഞ്ഞ സഹോദരിയായ പൂതനയെ കാലപുരിയിൽ ചെന്ന് സന്ദർശിക്കാനാണോ അതോ മുൻകൂട്ടി ചെന്ന് ഇനി മൃത്യു പ്രാപിക്കാൻ പോകുന്ന അനുജൻ അകാസുരനെ പ്രതീക്ഷിക്കുന്നതിനോ ആയി ഈ ബകാസുരൻ കാലപുരി പുകിയപ്പോൾ ദേവസമൂഹം കുസുമാവലി പൊഴിക്കവേ അങ്ങ് ഉണ്ണിക്കണ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് ഗ്രഹത്തിലേക്ക് മടക്കയാത്ര ചെയ്തു. ശ്ലോകം 10. ലളിതമുരളീനാദം ദൂരാത്നിശമ്യവധൂജനൈഃ ത്വരിതമുപഗമ്യാരാത് ആരൂഢമോദമുദീക്ഷിതഃ ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രഥിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. ഒരിക്കൽ കൂടി. ലളിതമുരളീനാദം ദൂരാത്നിശമ്യവധൂജനൈഃ ത്വരിതമുപഗമ്യാരാത് ആരൂഢമോദമുദീക്ഷിതഃ ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രഥിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ലളിതമുരളീനാഥം മനോഹരമായ ഓടൽക്കുഴൽ നിനാദം. ദൂരാത് നിശമ്യ വധൂജനെ ദൂരത്ത് നിന്ന് ആ വ്രജസ്ത്രീകൾ കേട്ടിട്ട് ത്വരിതം ഉപഗമ്യ ആരാത് വേഗത്തിൽ സമീപം എത്തിയിട്ട് ആരൂഢമോദം ആരൂഢമായ ആനന്ദത്താൽ ഉദീക്ഷിത ഉറ്റുനോക്കി ജനിത ജനനീ നന്ദ ആനന്ദ മാതാപിതാക്കളായ അമ്മ യശോദയ്ക്കും നന്ദഗോപനും ആനന്ദത്തെ ജനിപ്പിച്ചു. സമീരണ മന്ദിര പ്രതിതവസതേ പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രമെന്ന വസതിയോടുകൂടിയ ശൗരേ ശൂരകുലശ്രേഷ്ഠനായ ഹേ ഭഗവാനെ ദൂരീകുരുഷ്വ മമ ആമയാൻ എന്റെ ദുഃഖങ്ങളെ ദൂരീകരിക്കണമേ. ശ്ലോകാർത്ഥം മനോഹരമായ ഓടക്കുഴൽ നിനാദം ദൂരെ നിന്ന് കേട്ടിട്ട് ആ ഗോപസ്ത്രീകൾ വേഗത്തിൽ അടുത്തുവന്ന് സന്തോഷ പാരവശ്യത്തോടും ആകാംക്ഷയോടും കൂടി ഉറ്റുനോക്കുമ്പോൾ യശോദ ആദി അമ്മമാർക്കും നന്ദൻ ആദി അച്ഛന്മാർക്കും അതിരറ്റ ആനന്ദം നൽകുന്ന ഗുരുവായൂരമ്പലത്തിൽ പ്രസിദ്ധി പെറ്റുവാണരുളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് അടിയന്റെ ദുഃഖങ്ങളെ മാറ്റിത്തരേണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വത്സത്തിന്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ വധിക്കാൻ ശ്രമിച്ച വത്സാസുരൻ സംഭ്രമത്തോടെ ഭഗവാനെ സമീപിച്ചു. അവൻ വധിക്കപ്പെട്ടപ്പോൾ കംസന്റെ മറ്റൊരു സുഹൃത്തായ അസുരൻ ഒരു കൊച്ചിയുടെ രൂപത്തിൽ വന്നു. അവൻ പൂതനയുടെ അനുജനും ഇനിയും വരാനിരിക്കുന്ന അഘാസുരന്റെ ജ്യേഷ്ഠനുമാകുന്നു. ബഗരൂപത്തിൽ വന്ന ബഗാസുരൻ
മരിച്ച് യമലോകത്തിലേക്ക് പോയത് നേരത്തെ ചരമമടഞ്ഞ ജ്യേഷ്ഠത്തി പൂതനയെ സന്ദർശിക്കാനോ ഇനി അനുജൻ അകാസുരൻ മരിച്ച് യമപുരിയിലെത്തുമ്പോൾ സ്വാഗതം ആശംസിക്കാനോ ആണ് എന്ന് ശങ്കിക്കുന്നു. ശ്രീകൃഷ്ണനെ ആ മഹാഭകം ഗ്രസിച്ച സമയം രാമാദി ഗോപന്മാരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. അഗ്നിമയനായ ഭഗവാനെ വിഴുങ്ങിയ ആ കൊച്ചിയുടെ തൊണ്ട വെന്തു തുടങ്ങി. താപത്തെ സഹിക്കാതെ ഉടനെ കണ്ണനെ ഛർദ്ദിച്ചു കളഞ്ഞു. പിന്നെയും കൊത്തുവാനെത്തിയ ആ ഭഗത്തിന്റെ കൊക്കിനെ കണ്ണൻ ഒരു ദർഭപ്പുല്ലിനെ എന്ന പോലെ രണ്ടായി പിളർന്നു തള്ളി. ഇത് കണ്ട് ദേവസമൂഹം ആകാശത്ത് നിന്ന് പുഷ്പവർഷം നടത്തി. ഗോപന്മാർ ഭഗവാനെ ആലിംഗനം ചെയ്തു. ഓടൽക്കുഴൽ നാദം പൊഴിച്ച് ഭേരീഘോഷത്തോടെ അമ്പാടിയിലെത്തിയ കണ്ണനെ ഗോപീജനങ്ങളും മാതാപിതാക്കളും സന്തോഷപാരവശ്യത്തോടെ സ്വീകരിച്ചു.